പശ്ചിമേഷ്യയിൽ സമാധാനം പുനഃസ്ഥാപിക്കപ്പെടുമ്പോൾ യൂറോപ്പിലും റഷ്യയിലും അത്യാപത്ത് സംഭവിക്കാൻ പോകുകയാണ്. ഇത്ര നാളും തുടർന്ന റഷ്യ-ഉക്രൈൻ യുദ്ധം കളം മാറി റഷ്യയും നാറ്റോ സഖ്യകക്ഷികളും നേരിട്ട് പോരാടുന്ന മഹായുദ്ധത്തിലേക്ക് കടക്കുകയാണ്. ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകൾ തൊടുത്ത് യൂറോപ്പിനെ ആകെ വിറപ്പിച്ച പുത്തിനെതിരെയുള്ള പടയൊരുക്കത്തിലാണ് നാറ്റോ സഖ്യം. എന്താണ് പുതിയ അപ്ഡേറ്റ് എന്ന് നമുക്ക് നോക്കാം. റഷ്യക്കെതിരെ പടപൊരുതാൻ നാറ്റോ സഖ്യം തയ്യാറെടുക്കുകയാണ്. ഇതിനായി രാജ്യത്തെ ബിസിനസ്സുകാരോട് പോലും ജാഗ്രതയോടെ ഇരിക്കാനാണ് നാറ്റോ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ചൈനയുടെയും റഷ്യയുടെയും ചതിക്കുഴികളിൽപ്പെട്ട് പോകരുതെന്നാണ് നാറ്റോയുടെ മുന്നറിയിപ്പ്. മാത്രവുമല്ല, യുദ്ധകാലഘട്ടത്തിലെ പ്രവർത്തന മോഡൽ തന്നെ ഇനി ബിസിനസ്സിൽ പിന്തുടരണമെന്നും ആവശ്യപ്പെട്ടു കഴിഞ്ഞു. എല്ലാ നിർണായക സേവനങ്ങളും ചരക്കുകളും എന്തു തന്നെയായാലും വിതരണം ചെയ്യാൻ കഴിയുമെന്ന് ഞങ്ങൾ ഉറപ്പു നൽകാൻ കഴിയുമെങ്കിൽ അത് ഞങ്ങളുടെ പ്രതിരോധത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ്. നാറ്റോയുടെ സൈനിക കമ്മിറ്റി ചെയർമാനായ ഡച്ച് അഡ്മിറൽ റോബ് ബോവർ ബ്രസൽസിന്റെ വാക്കുകൾ ഉദ്ധരിച്ച് റോയിട്ടേഴ്സ് ആണ് ഈ കാര്യം റിപ്പോർട്ട് ചെയ്തത്. യൂറോപ്യൻ പോളിസി സെന്ററിലെ ഒരു പരിപാടിയിൽ സംസാരിച്ച അദ്ദേഹം പ്രതിരോധം സൈനിക ശേഷിക്ക് പുറത്തേക്ക് പോകുന്നതായി വിവരിക്കുന്നുണ്ട്. ഇനിയുള്ള കാലഘട്ടത്തിൽ ലഭ്യമായ എല്ലാ സൈനിക ഉപകരണങ്ങളും യുദ്ധത്തിന് സജ്ജമാകേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും അദ്ദേഹം സംസാരിച്ചു. കഴിഞ്ഞ കുറച്ച് ദിവസത്തെ റിപ്പോർട്ടുകൾ പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ തന്നെ യുദ്ധത്തിനുള്ള സജ്ജീകരണങ്ങൾ ആരംഭിച്ചു എന്ന് തന്നെയാണ്. ബൈഡൻ ഭരണകൂടം ഉക്രൈന് റഷ്യക്കെതിരെ ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിക്കാൻ അനുവാദം നൽകിയതോടെയാണ് പ്രശ്നങ്ങൾ രൂക്ഷമായത്. ഇത് റഷ്യയെ വല്ലാതെ പ്രകോപിപ്പിക്കുകയും ആണവ നിയമം പോലും മാറ്റി എഴുതുകയും ചെയ്തു. ഇതോടെ യൂറോപ്യൻ രാജ്യങ്ങളുടെ മേലെ ആണവ ഭീതി മുഴങ്ങി കേൾക്കാൻ ആരംഭിച്ചു. പല രാജ്യങ്ങളും ലഘുലേഖകൾ വിതരണം ചെയ്ത് പൗരന്മാരോട് യുദ്ധത്തിന് തയ്യാറാകാൻ വരെ തുറന്നു പറഞ്ഞു. നാറ്റോ സഖ്യത്തിലെ പ്രബല ശക്തികളായ ഫ്രാൻസ്, ഇറ്റലി, ജർമ്മനി, പോളണ്ട് എന്നീ രാജ്യങ്ങൾ കുറച്ചധികം ദിവസമായി യുദ്ധത്തിന് സജ്ജമായിക്കൊണ്ടേയിരിക്കുകയാണ്. റഷ്യ ഒരു ഇന്റർ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈൽ ഉക്രൈനെതിരെ തൊടുത്ത കാര്യം നമ്മൾ അറിഞ്ഞതാണല്ലോ. അതിനുശേഷം യൂറോപ്യൻ രാജ്യങ്ങൾ അതീവ ജാഗ്രതയാണ് ഈ വിഷയത്തിൽ പുലർത്തി പോരുന്നത്. നാറ്റോയെ സംബന്ധിച്ച് റഷ്യ ശത്രുപക്ഷത്ത് നിൽക്കുന്ന ഒരു വലിയ രാജ്യമാണ്. പുതിയ ആയുധങ്ങളും വേണമെങ്കിൽ ആണവായുധം പോലും പ്രയോഗിക്കാൻ മടിയില്ലാത്ത നിൽക്കുന്ന റഷ്യയ്ക്ക് മുന്നിൽ പ്രതിരോധം തീർക്കുക എന്നത് മാത്രമാണ് നാറ്റോയ്ക്ക് ചെയ്യാനുള്ളത്. മാത്രവുമല്ല, റഷ്യയുടെ ആക്രമണ തോതിലെ വർധനവ് അമേരിക്കയ്ക്ക് മേൽ വലിയ സമ്മർദ്ദവും ഉണ്ടാക്കുന്നുണ്ട്. ലോങ് റേഞ്ച് മിസൈലുകൾ പ്രയോഗിക്കാൻ ആരംഭിച്ച റഷ്യയുടെ യഥാർത്ഥ ലക്ഷ്യം ഇവിടെ ഉക്രൈൻ ആണെന്ന് കരുതാൻ നമുക്കാകില്ലല്ലോ. കാരണം ഉക്രൈനുമായിട്ടാണ് റഷ്യ നേരിട്ട് ഏറ്റുമുട്ടുന്നതെങ്കിൽ പോലും യുദ്ധം നടക്കുന്നത് റഷ്യയും നാറ്റോയും തമ്മിലാണ്. അതിൽ പ്രധാന കക്ഷിയാകട്ടെ അമേരിക്കയും. മാത്രവുമല്ല, ജർമ്മനിയും പോളണ്ടും ഒക്കെ റഷ്യയുടെ ലിസ്റ്റിൽ ഉണ്ടെന്നും കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ റഷ്യയോട് ഒരുമിച്ച് നിന്ന് പോരാടുവാൻ തന്നെയാണ് നാറ്റോയുടെ ഇപ്പോഴത്തെ തീരുമാനം. പുതിയ മിസൈൽ റഷ്യ ലോഞ്ച് ചെയ്യുന്നതിന് മുൻപ് തന്നെ റഷ്യയെ ആക്രമിക്കുക എന്നതാണ് നാറ്റോയുടെ പുതിയ പദ്ധതി. ഈ പദ്ധതി ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഈ വിഷയത്തിലെ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമന്റ് ചെയ്യണേ. നാറ്റോ സഖ്യത്തിൽ ആദ്യം തന്നെ ഈ കാര്യം ഗൗരവമായി കണ്ടത് ജർമ്മനിയാണ്. റഷ്യയെ ഭയക്കണമെന്നും റഷ്യ അപകടകാരിയാണെന്നും മനസ്സിലാക്കിക്കൊണ്ട് പ്രതിരോധ നടപടിയിലേക്ക് ജർമ്മനി ഇതിനോടകം തന്നെ കടന്നു കഴിഞ്ഞു. റഷ്യക്കെതിരായ യുദ്ധത്തിന് തങ്ങളില്ലെന്ന് ആവർത്തിച്ച് വ്യക്തമാക്കിയ ജർമ്മനിയും ഇറ്റലിയും മറ്റ് നിരവധി യൂറോപ്യൻ രാജ്യങ്ങളും ജനങ്ങളോട് മുൻകരുതൽ നടപടി സ്വീകരിക്കാൻ പ്രത്യേക നിർദ്ദേശം തന്നെ നൽകിയിട്ടുണ്ട്. സിവിലിയന്മാർക്ക് അടിയന്തര അഭയം നൽകുന്ന ബങ്കറുകളുടെ ഒരു ലിസ്റ്റ് ജർമ്മനി തയ്യാറാക്കുകയാണെന്നാണ് ആഭ്യന്തര മന്ത്രാലയം പറയുന്നത്. റഷ്യയുമായുള്ള പിരിമുറുക്കം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ഭൂഗർഭ ട്രെയിൻ സ്റ്റേഷനുകളും കാർ പാർക്കിങ്ങുകളും സംസ്ഥാന കെട്ടിടങ്ങളും മാത്രമല്ല സ്വകാര്യ സ്വത്തുക്കളും ഈ പട്ടികയിൽ ഉൾപ്പെടുമെന്നാണ് മന്ത്രാലയ വക്താവ് വ്യക്തമാക്കിയിരിക്കുന്നത്. ലോകമഹായുദ്ധങ്ങളെ നേരിട്ട് കണ്ട് അനുഭവിച്ച മണ്ണാണ് ജർമ്മനിയുടേത്. അതിലെ കണ്ണീരും രക്തവും എത്രത്തോളമാണെന്നുള്ളതും അത് രാജ്യത്തിനുണ്ടാക്കുന്ന മുറിവിന്റെ ആഴം എത്രയാണെന്നും വ്യക്തമായി ധാരണയുള്ള രാജ്യം കൂടിയാണ് ജർമ്മനി. 1914 ആരംഭിച്ച ഒന്നാം ലോക മഹായുദ്ധവും 1939 പൊട്ടിപ്പുറപ്പെട്ട രണ്ടാം ലോക മഹായുദ്ധവും ഒക്കെ തന്നെ നേരിട്ട് അനുഭവിച്ച രാജ്യം. ഇതിനുശേഷം സംഭവിച്ച രക്തച്ചൊരിച്ചിലില്ലാത്ത ശീതയുദ്ധ കാലഘട്ടത്തിലും ജർമ്മനി സമ്മർദ്ദം അനുഭവിച്ച രാജ്യമാണ്. അതുകൊണ്ട് തന്നെ നിരവധി ബോംബ് ഷെൽട്ടറുകൾ ജർമ്മനി ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇസ്രയേലിന്റെ നയം തന്നെയാണ് ഈ വിഷയത്തിൽ ജർമ്മനിയും സ്വീകരിച്ചിട്ടുള്ളത്. ഇസ്രയേലിന്റെ തലസ്ഥാനമായ ടെൽ അവീവിലും ജെറുസലേമിലും ഒക്കെ തന്നെ നിരവധി ബോംബ് ഷെൽട്ടറുകൾ രാജ്യം സജ്ജീകരിച്ചു വെച്ചിട്ടുണ്ട്. നാളെ ഹിസ്ബുള്ളയോ ഹമാസോ വേണ്ട, ഇനി ഇറാൻ ആണെങ്കിലും ആക്രമണം നടത്തിയാൽ പോലും സൈനികർ സബ്വേയിലേക്ക് വലിഞ്ഞ് ബോംബ് ഷെൽട്ടറുകളിലേക്ക് പോയി ആദ്യം തന്നെ സാധാരണക്കാരുടെ ജീവൻ സുരക്ഷിതമാക്കും. ഇതുതന്നെയാണ് ജർമ്മനിയുടെയും പ്രതിരോധ മാർഗം. രണ്ടാം ലോക മഹായുദ്ധ കാലഘട്ടത്തിലും ശീതയുദ്ധ കാലഘട്ടത്തിലുമായി ഇത്തരം ഷെൽട്ടറുകളുടെ നിർമ്മാണം ജർമ്മനിയിൽ നടന്നുകൊണ്ടേയിരുന്നു. എന്നാൽ 2007 തന്നെ ഇത്തരം ഷെൽട്ടറുകളുടെ പ്രവർത്തനം പൂർണ്ണമായും രാജ്യം അവസാനിപ്പിച്ചതാണ്.
പല ബോംബ് ഷെൽട്ടറുകളും മറ്റു പല കാര്യങ്ങൾക്കും വേണ്ടി ഉപയോഗപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. 2007 കാലഘട്ടം എന്ന് പറയുമ്പോൾ ജർമ്മനിയെ സംബന്ധിച്ച് അതൊരു സുവർണ കാലമാണ്. നാറ്റോ എന്ന വലിയ സംഘടനയിലെ അംഗം, റഷ്യയുമായി മികച്ച ബന്ധം, G7 രാജ്യങ്ങളുടെ കൂട്ടായ്മയിലേക്ക് റഷ്യ കൂടി കടന്നു വന്നതോടെ ജർമ്മനിയുടെ ആത്മവിശ്വാസം വർദ്ധിക്കുകയും ചെയ്തു. ഈ അവസരത്തിൽ ബോംബ് ഷെൽട്ടറുകളുടെ ആവശ്യകത ജർമ്മനി പാടെ മറന്നുപോയി. അവിടെ ഹോട്ടലുകളും മറ്റു കാര്യങ്ങളും ഉയർന്നു വന്നു. 2022 റഷ്യ ഉക്രൈൻ സംഘർഷം ആരംഭിച്ചപ്പോൾ തന്നെ മറ്റ് നാറ്റോ അംഗങ്ങളെ റഷ്യ ലക്ഷ്യം വെക്കാനുള്ള സാധ്യതകൾ ജർമ്മനി മുന്നിൽ കണ്ടിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ഒക്ടോബറിൽ ജർമ്മൻ ഇന്റലിജൻസ് നൽകിയ ഒരു റിപ്പോർട്ടിൽ 2030ഓടെ നാറ്റോ സൈനിക സഖ്യത്തിനെതിരെ ആക്രമണം നടത്താൻ റഷ്യയ്ക്ക് കഴിയുമെന്ന് കൃത്യമായി തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട്. റഷ്യയുടെ ചാരവൃത്തിയിലും അട്ടിമറി പ്രവർത്തനങ്ങളിലും ഇപ്പോൾ തന്നെ യൂറോപ്പ് അശാന്തിയിലാണെന്നാണ് ജർമ്മൻ ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാണിക്കുന്നത്. വർഷം 2024. ആഗോള രാഷ്ട്രീയ അന്തരീക്ഷമാകെ മാറി മറിഞ്ഞു. നാറ്റോ ഇന്ന് സഖ്യരാജ്യങ്ങളോട് പറയുകയാണ് റഷ്യയോട് പോരാടാൻ സജ്ജമാകണമെന്ന്. ഇതോടെ അടച്ചുപൂട്ടി സീലിട്ട ആ ബോംബ് ഷെൽട്ടറുകൾ വീണ്ടും സജീവമാക്കാൻ ജർമ്മനി തയ്യാറായി കഴിഞ്ഞു. നാറ്റോയുടെ ഈ നീക്കത്തിൽ പുതിൻ എങ്ങനെ പ്രതികരിക്കുമെന്നാണ് ഇനി ലോകം നോക്കി നിൽക്കുന്നത്. പുതിൻ ആയതുകൊണ്ട് തന്നെ എങ്ങനെ അദ്ദേഹം ഈ വിഷയത്തിൽ പ്രതികരിക്കുമെന്ന് നമുക്കൊന്നും ഊഹിക്കാൻ പോലും ആകില്ല. ചിലപ്പോൾ അമേരിക്കയോട് നേരിട്ട് മുട്ടാതെ ജർമ്മനിക്കോ പോളണ്ടിനോ പണി കൊടുക്കാൻ പോലും പുതിൻ തയ്യാറായേക്കും. നാറ്റോയുടെ പ്രതിരോധ സേനയുടെ തലവൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ റഷ്യ മിസൈലുകൾ പരീക്ഷിക്കുന്ന ഇടത്ത് പോലും നാറ്റോ പ്രതിരോധം നടപ്പിലാക്കും എന്നാണ്. കാരണം നാറ്റോ ഒരു പ്രതിരോധ സഖ്യമാണല്ലോ. ശത്രുക്കളുടെ മിസൈൽ അവിടെ വെച്ച് നശിപ്പിച്ചുകൊണ്ട് തന്നെ പ്രതിരോധം തീർക്കുമെന്നാണ് ഇവരുടെ നിലപാട്. ചുരുക്കി പറഞ്ഞാൽ റഷ്യ ഇങ്ങോട്ട് ആക്രമിക്കുന്നതിന് മുൻപ് തന്നെ അവന്റെ മടയിൽ ചെന്ന് ആക്രമിക്കുക എന്ന നയമാണ് നാറ്റോ ഇവിടെ പറയുന്നത്. ഇതേ നയം തന്നെയാണ് റഷ്യയും ഇവിടെ പിന്തുടരുന്നത് എന്നതാണ് ഈ വിഷയത്തിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം. എ ഗുഡ് ഒഫൻസ് ഈസ് ദ ബെസ്റ്റ് ഡിഫൻസ് എന്ന അമേരിക്കൻ നയമാണ് നാറ്റോയ്ക്കുള്ളത്. ഇത് തന്നെയാണ് നിലവിൽ റഷ്യയുടെയും പദ്ധതി. അതുകൊണ്ട് തന്നെ ഈ കൂട്ടരിൽ ആര് ആദ്യം ആക്രമിക്കുമെന്നാണ് നമുക്കറിയേണ്ടത്. നാറ്റോ പറയുന്നത് റഷ്യ എന്നും റഷ്യ പറയുന്നത് നാറ്റോ എന്നുമാണ്. അതുകൊണ്ട് തന്നെ നിലവിലെ സാഹചര്യം വളരെ മോശമായിക്കൊണ്ടിരിക്കുകയുമാണ്. ഈ അവസരത്തിലാണ് നാറ്റോ ഒഫീഷ്യൽസ് രാജ്യങ്ങളോട് കരുതിയിരിക്കാനും ഒപ്പം യുദ്ധത്തിന് സജ്ജമാകാനും ആവശ്യപ്പെടുന്നത്. പക്ഷേ കാര്യങ്ങൾ വിശദമായി നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പെട്ടെന്ന് തന്നെ ഇരു കൂട്ടരും തമ്മിൽ യുദ്ധം പൊട്ടിപ്പുറപ്പെടും എന്നല്ല, മറിച്ച് സമയമെടുത്തായിരിക്കണം അത്തരമൊരു തീരുമാനത്തിലേക്ക് ഇരുവരും എത്തിച്ചേരാൻ. നാറ്റോ സഖ്യരാജ്യങ്ങളും റഷ്യയും തമ്മിൽ ഒരു പോരാട്ടം നടക്കുകയാണെങ്കിൽ അത് മൂന്നാം ലോക മഹായുദ്ധത്തേക്ക് ലോകത്തെ മുഴുവൻ കൊണ്ടെത്തിക്കുമെന്നാണ് തോന്നുന്നത്. കാരണം പല രാജ്യങ്ങളും പല അലയൻസിൽ ഉൾപ്പെട്ട് കിടക്കുകയാണല്ലോ. റഷ്യ യുദ്ധത്തിലെത്തുമ്പോൾ റഷ്യയോട് ചേർന്ന് നിൽക്കുന്ന രാജ്യങ്ങളൊക്കെ തന്നെ റഷ്യയ്ക്കൊപ്പം നിലയുറപ്പിക്കും. അതിലെ പ്രധാന കക്ഷി മറ്റാരുമല്ല, അത് ലോകം ഭയത്തോടെ കാണുന്ന അല്ലെങ്കിൽ കാണേണ്ട ഉത്തര കൊറിയ തന്നെയാണ്. അപ്പോൾ ഈ വിഷയത്തിൽ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? സ്വഭാവം വെച്ച് ആരായിരിക്കും ആദ്യം ആക്രമിക്കാനുള്ള സാധ്യത? എന്തായാലും കമന്റ് ചെയ്യുക. ഒപ്പം വീഡിയോ ലൈക്ക് ചെയ്യാനും ഈ അറിവുകൾ എല്ലാവരിലേക്കും എത്താൻ ഒന്ന് ഷെയർ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ.